മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. മേഘ്ന, എങ്ങനെയാണ് മലബാർ പ്രദേശത്തെ പ്രചരണങ്ങൾ? ഇന്ന് ഏതൊക്കെ മുന്നണികൾക്കാണ്, ഏതൊക്കെ തരത്തിലാണ് അവരുടെ പ്രചരണ പരിപാടികൾ? ഇന്നത്തെ പ്രത്യേകത, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ ദിനമെന്ന നിലയിൽ. അജിംഷാദ്, തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ കോഴിക്കോട് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും തിരഞ്ഞെടുപ്പ് ആവേശവും അതിന്റെ കൊടുമുടിയിൽ തന്നെയായിരുന്നു. അതായത് ഇന്നലെ തിരഞ്ഞെടുപ്പ് മറ്റ് മണ്ഡലം കൺവെൻഷനുകളടക്കമുള്ള പ്രചരണ പരിപാടികളുമായിട്ട് എല്ലാ മുന്നണികളും സജീവമായിരുന്നു. മാത്രമല്ല, ഇന്നലെ തീയതി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനിയുള്ള സമയങ്ങൾ, ഇനിയുള്ള 41 ദിവസം എന്ന് പറയുന്നത് സമയബന്ധിതമായി ഈ പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കുക, പറ്റാവുന്നതിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളതായിരിക്കും എല്ലാ മുന്നണികളുടെയും ലക്ഷ്യം. അതുതന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ. കോഴിക്കോട് മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും ഈ പ്രചരണ പരിപാടികൾ അത്രയേറെ ആവേശത്തിലായിരിക്കും. ഇനി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് എംപിമാർ തമ്മിലുള്ള മത്സരമാണ്. രാജ്യസഭാംഗമായിട്ടുള്ള എളമരം കരീമും സിറ്റിംഗ് എംപി ആയിട്ടുള്ള MK രാഘവനും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. മാത്രമല്ല, BJP സ്ഥാനാർത്ഥി, NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി MT രമേശും മണ്ഡലത്തിൽ സജീവമാണ്. വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ അതായത് പൗരത്വ ഭേദഗതി അടക്കമുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോഴിക്കോട് മണ്ഡലത്തിലെ മുന്നണികളെല്ലാം വോട്ട് ചോദിക്കുന്നത്. ഇനി വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനപ്രിയ മത്സരം നടക്കുന്നു. അതായത് മട്ടന്നൂർ MLA ശൈലജ ടീച്ചറും പാലക്കാട് MLA ഷാഫി പറമ്പിലും തമ്മിൽ വലിയ മത്സരം ഉണ്ടാകുന്നു. ഇരു സ്ഥാനാർത്ഥികളുടെയും പര്യടന പരിപാടികളും മറ്റും കാണുമ്പോൾ വലിയ ജനപിന്തുണയാണ് ഇരു സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് വിജയിക്കുമെന്നുള്ള ഒരു വലിയ ഒരു ആകാംക്ഷ ഈ വടകര ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല, BJP സ്ഥാനാർത്ഥിയും മണ്ഡലത്തിൽ സജീവമാണ്. ഇന്നലെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് പ്രചരണ ദിവസമാണിന്ന്. മാത്രമല്ല, ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ഇന്നും മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത്. മാത്രമല്ല, വിവിധ മണ്ഡലം കൺവെൻഷനുകൾ നടക്കുന്നു. ഒന്നാം ഘട്ട മണ്ഡലം കൺവെൻഷനൊക്കെ ഈ തിരഞ്ഞെടുപ്പ് തീയതി വരുന്നതിന് മുന്നേ തന്നെ പൂർത്തീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട പ്രചരണ പരിപാടിയിലേക്കാണ് വിവരങ്ങൾ മലബാറിൽ നിന്നുള്ളത് നൽകിയത്. എന്തായിരുന്നാലും ഈ ചൂടിനെ അധികരിക്കുന്ന പ്രചരണ ചൂടിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായി പരമാവധി വോട്ടർമാരെ കാണാനായി രംഗത്തേക്ക് എത്തുകയാണ്. വിവിധ പരിപാടികൾ, റോഡ് ഷോകളൊക്കെയായി. പിന്നീട് ഉയർന്നു വരുന്ന UDFും LDFും NDAയും ഒക്കെ ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതൽ മൂർച്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് വേദികളിൽ, പ്രചരണ വേദികളിൽ പ്രതിഫലിക്കുമെന്ന് കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്.